പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഒരു നല്ല ഞായറാഴ്ച ദിവസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി നന്ദിയോടെ ഞങ്ങൾ വാഴുന്നു. ഈ വർഷത്തിന്റെ ആദ്യ ഞായറായ ഇന്ന് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് ഞങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടു. എന്നാൽ അതിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങൾക്ക് ജയം തന്നു. ഞങ്ങൾ വീണ്ടെടുത്തതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നന്ദിയുള്ള ഹൃദയങ്ങളോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണം. ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. പരിശുദ്ധ കൃപയിൽ ഞങ്ങളെല്ലാവരെയും കാത്തോളും. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 26-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 26.
പരിശുദ്ധമായ ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഉടമ്പടി ശുശ്രൂഷ അതിനായി ഉപയോഗിക്കാം. സ്തുതിരിത്താനിയില് പങ്കിച്ച് ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റു പറയാം. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി നമ്മെ സൃഷ്ടിച്ചവനും ഓരോ നിമിഷവും നമ്മെ കാത്തു പരിപാലിക്കുന്നവനും നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപം ഒഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഞങ്ങളെ ഉയർത്തിക്കുകയും ചെയ്ത പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് സന്തോഷിക്കുകയും കർത്താവും ജീവൻ നൽകുന്നവനും നാം ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ച് അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളായി തീരുന്നതിന് മുഖാന്തരമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പലവിധമായ കരുണകൾക്കും കൃപകൾക്കുമായി നമ്മെ സമർപ്പിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനയിൽ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റു പറയാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ഏറ്റു പറയാം. സർവ നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഒരു വർഷക്കാലം മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് എത്ര കാരുണ്യമുള്ളവനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളിൽ ഞങ്ങൾ സമൃദ്ധമായി അനുഭവിച്ച അനവധി നന്മകൾക്കായി ഈ സമയം വരെ ഞങ്ങളെ കാത്ത് ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി ചിന്തിക്കുവാൻ മനസ്സും പ്രവർത്തിക്കുവാൻ കരങ്ങളും സ്നേഹിക്കുവാൻ ഹൃദയങ്ങളും ഞങ്ങൾക്ക് നൽകിയതിനായി ഈ അത്ഭുത പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിചാരകരാക്കി ഞങ്ങളെ തീർത്തതിനാലും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തിനും സ്നേഹിതർക്കും ബന്ധുക്കൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കുകയും ശ്രേഷ്ഠ വിളിയാൽ ഞങ്ങളെ വിളിക്കുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലും അങ്ങയുടെ സഭയുടെ സാക്ഷ്യത്തിലും ഞങ്ങൾക്ക് ഒരു സ്ഥാനം നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് അന്ധകാരത്തിൽ ഞങ്ങളുടെ പ്രകാശമായിരിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും പരീക്ഷകളിലും അവിടുന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള പാറയും സന്തോഷവേളകളിൽ ഞങ്ങളുടെ ആനന്ദവും ഞങ്ങളുടെ അധ്വാനത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ഏറ്റവും മതിയായ പ്രതിഫലവും ആകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. ഈ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച ദൈവത്തോടുകൂടെ ആരാധനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. അതോടൊപ്പം ദൈവസന്നിധിയിൽ നമ്മിൽ നിന്ന് വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന പാപക്ഷമയ്ക്കായി സന്നിധിയിൽ നമുക്ക് യാചിക്കാം. ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രതിവാക്യമായി പറയാം. കർത്താവെ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ മുഖാന്തരം ഒരു വിശുദ്ധ ജീവിതം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നതിലുള്ള ഞങ്ങളുടെ സാവധാനതയും അവിടുത്തെ പിന്തുടരുന്നതിലുള്ള ഞങ്ങളുടെ പരാജയവും അവിടുത്തെ ക്രൂശ് വഹിക്കുന്നതിലുള്ള ഞങ്ങളുടെ വൈമുഖ്യവും ഞങ്ങൾ ലജ്ജയോടെ ഏറ്റുപറയുന്നു. കർത്താവേ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ആരാധനയുടെ ശുദ്ധതയും വിശുദ്ധ കൂട്ടായ്മയിലും കൃപാവഴികളെ ഉപയോഗിക്കുന്നതിന് വന്നുപോയ ഞങ്ങളുടെ ഉപേക്ഷയും യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിലുള്ള നിങ്ങളുടെ വൈമനസ്യവും അങ്ങയുടെ ശുശ്രൂഷ രംഗത്ത് ഞങ്ങളുടെ ചുമതലകൾ ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങൾ മടി കാണിച്ചതും അങ്ങയുടെ ദാനങ്ങളെ വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ വന്നുപോയ ഞങ്ങളുടെ കുറവുകളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ മുഖാന്തരം അങ്ങയുടെ സ്നേഹം എത്ര അല്പമായി മാത്രം മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ ഇടയായിട്ടുള്ളൂ എന്നുള്ളതും വിധി കൽപ്പിക്കുന്നതിൽ ഞങ്ങൾ ആലോചനയില്ലാത്തവരും കുറ്റപ്പെടുത്തുന്നതിൽ വേഗതയുള്ളവരും ക്ഷമിക്കുന്നതിൽ ലുബ്ധരും നിരപ്പാക്കുന്നതിൽ മന്ദതയുള്ളവരും അയൽക്കാരെ വേണ്ടതുപോലെ സഹായിക്കുവാൻ ഒരുക്കമില്ലാത്തവരുമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ കരുണയുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, അവിടുത്തെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ.
ദൈവമേ, ശുദ്ധമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് പുതിയതും സ്ഥിരവുമായ ഒരാത്മാവിനെ എനിക്ക് തരണമേ. കർത്താവ് നൽകുന്ന പാപമോചന അറിയിപ്പ് സ്വീകരിക്കും. സർവകൃപാലുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ സ്ഥാനപ്പെടുത്തി തിരുഹിത പ്രകാരം ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും നിരന്തരം സഹായിക്കട്ടെ. ആമേൻ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിക്കാം. പഴയ നിയമം സങ്കീർത്തനം ലേഖനം ഹൃദയം തകർന്നവരെ മുഴുവൻ സിയോനിലെ ദുരിതന്മാർക്ക് വെളിയിലിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലും ന്റെ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാൻ അവൻ മകപ്പെടേണ്ടത് അവർക്ക് നീക്കുന്നു. യഹോവയുടെ നടുതല എന്നും പേര്. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായി നശിച്ച നഗരം അന്യത്തെ ആട്ടിൻകൂട്ടങ്ങളെ പരദേശക്കാർ നിങ്ങൾക്ക് ഉടവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെ നമ്മുടെ ദൈവന്മാരിൽ പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾ ഇരയ്ക്കായി പ്രതിഫലിക്കും. ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരയ്ക്ക് അവകാശം സ്ഥാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. യഹോവയെ ഞാൻ ന്യായത്തിന് ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യും. ഞാൻ വിശ്വസത്തോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ശാശ്വത ജാതികളുടെ അവരുടെ സന്തതിയെ വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയും അറിയും. അവരെ കാണുന്നവർക്കും അവരെ യഹോവ സന്തതി അറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിക്കുന്നത്. മണവാളൻ തലഭാവം അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ കനത്തിന് അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അനുഭവിച്ചു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ പോലെയും സ്വഭാവയായ കർത്താവ് സകല ജാതികളിൽ കാണിക്കെ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. സങ്കീർത്തന ഭാഗം എല്ലാവർക്കും എഴുന്നേറ്റുന്നില്ല. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 36 സങ്കീർത്തനം, Psalm 76. ദൈവം യഹോവയിൽ പ്രസിദ്ധനാകുന്നു. അവന്റെ നാമം ഇസ്രായേൽ വലിയതാകുന്നു. അവിടെ വെച്ച് അവൻ വില്ലിന്റെ മിന്നനാമ്പുകളും പരിചയം വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. നീ ഭയങ്കരനാവുന്നു. നീ ഒന്ന് ബോധിച്ചാൽ മുമ്പാകെ നിൽക്കാവുന്നവൻ ആവും. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമിയെ ഭയപ്പെട്ട് അമർന്നിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവന്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായ കാഴ്ച കൊണ്ടുവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം ദിവസം. വെളിപാട് 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. Revelation chapter 5 verses 1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കണ്ടു. അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട് കണ്ടു. ആ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കാനെങ്കിലും അത് നോക്കുവാനെങ്കിലും നോക്കിനായി ആരെയും കാണാതെ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വീടുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവകളുടെയും നടുവിലും മൂപ്പന്മാരുടെയും മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദേവാത്മാക്കൾ ആയ 7 കണ്ണുകളും. അവൻ വന്ന് സിംഹാസനത്തിൽ പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവകളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും പക്ഷത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങും. ഞങ്ങളുടെ ദൈവത്തിന് അവരുടെ രാജ്യം പുരോഹിതന്മാരും അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പാടും. ഇവിടെ 2-ാം പാഠം. ദൈവമേ അങ്ങേക്ക് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ പാട്ട് വാക്യ പരിപാടിയുമായി വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്ന് ആകുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും അങ്ങേ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും അങ്ങയുടെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം അങ്ങേ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വന്യതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ച് കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ അങ്ങ് ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. അങ്ങ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. നമ്മുടെ കർത്താവായ യേശുദാസ്
ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ദൈവവചനം. ലൂക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെ. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. സക്കായിയെ, വേഗം ഇറങ്ങി വന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് ഒരു സക്കായിയിൽ നിന്നും കർത്താവിനോട്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയുണ്ടായി. തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി കൺവെൻഷൻ പാഠപുസ്തകത്തിൽ 19-ാമത്തെ പാട്ട് ഉച്ചാരണം. കൺവെൻഷൻ പാഠപുസ്തകത്തിൽ 19-ാമത്തെ പാട്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എന്റെ കൂടെയുണ്ട്.
തിരുവചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് അവിടുത്തെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് രൂപപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ കൃപയില് ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. വചനം സ്വീകരിക്കുമ്പോൾ അത് പ്രായോഗികതയാക്കി കർമ്മപദങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2021 വർഷത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുക്കുവാൻ ബലവാനായ ദൈവം നമ്മെല്ലാവരെയും സഹായിച്ചിരിക്കുകയാണ്. ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഉടമ്പടിയിലൂടെ പുനഃസ്ഥാപിക്കുവാൻ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഈ ആരാധനയിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ ധ്യാനിച്ച സുവിശേഷ വേദഭാഗം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള ഭാഗത്ത് യജമാനൻ അത്തിവൃക്ഷത്തിന്റെ ഫലം അന്വേഷിച്ച് തോട്ടത്തിലേക്ക് വരികയും മുന്തിരിത്തോട്ടത്തിന്റെ നടുവിലുള്ള അത്തിവൃക്ഷത്തിന്റെ ഫലം യജമാനൻ കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഫലമൊന്നും കാണാതെ യജമാനൻ നിരാശപ്പെടുകയാണ്. അങ്ങനെ കൃഷിക്കാരനോട് പറയുകയാണ്, ഈ തോട്ടത്തിൽ മറ്റെല്ലാം വൃക്ഷങ്ങളിൽ നിന്നും ഫലങ്ങളുണ്ട്, പക്ഷേ ഈ അത്തിമരത്തിൽ നിന്ന് മാത്രം ഫലം കാണുവാൻ കഴിയുന്നില്ല. അതിനെ വെട്ടിക്കളയാനായിട്ട് യജമാനൻ കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടു. അപ്പൊ കൃഷിക്കാരൻ പറയുകയാണ് യജമാനനെ, 1 വർഷം കൂടെ സമയം, ഞാൻ വെള്ളമൊഴിച്ച് വളമിട്ട് അതിനെ നല്ല രീതിയിൽ പരിരക്ഷിക്കാം. ഒരുപക്ഷെ അടുത്ത വർഷം ആ വൃക്ഷം ഫലം പുറപ്പെടുവിച്ചെങ്കിലോ എന്ന് യജമാനനോട് കൃഷിക്കാരൻ യാചിക്കും.
ഇവിടെ യജമാനൻ നമ്മുടെ കർത്താവാണ്. കൃഷിക്കാരൻ നമ്മൾ ഓരോരുത്തരും. അവിടുന്ന് ചോദിക്കുകയാണ് നമ്മിലെ ഫലം. എന്നാൽ ഫലം കാണാതെ യജമാനൻ നിരാശപ്പെടുകയാണ്. വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഒരു വർഷം കൂടി ഒന്നുകൂടെ പരിശ്രമിച്ചു നോക്കാം. ഒരു അപേക്ഷയാണ്, ഒരു വർഷം കൂടി ഒന്നുകൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കാം, ഫലം കിട്ടിയെങ്കിലും. വാസ്തവത്തില് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് തന്നെയാണ്. 2020 വർഷം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സാമൂഹികപരമായും ഒക്കെ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ട വർഷം. ആ വർഷത്തിലും നമുക്ക് ദൈവം സമൃദ്ധമായി നമ്മെ നടത്തി. ഒരു പുതിയ വർഷം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. കാരണം അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും ഫലം പുറപ്പെടുവിക്കുവാനും വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് തന്നിരിക്കും. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തോട് ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. ഈ വർഷം ഫലവും തന്നില്ല, അടുത്ത വർഷമെങ്കിലും ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുമെങ്കിലോ, അങ്ങനെ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്ന വർഷമാണ് ഈ വർഷം. ഈ വർഷത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ജീവജാലങ്ങളും, ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളൊക്കെ അതിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ മനുഷ്യരായ നമ്മിൽ നിന്ന് മാത്രമാണ് ഫലദായകമായ ജീവിതം കാണാതെ ദൈവം സങ്കടപ്പെടുന്നത്. ദൈവം വേദനിക്കുകയാണ്, ദൈവം ദുഃഖിക്കുകയാണ് നമ്മളിലുള്ള ഫലം കാണാതെ. എന്നാൽ ഈ വർഷം ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, വളരെ അർത്ഥവത്തായി ജീവിക്കുവാൻ, പ്രയോജനകരമായി ജീവിക്കുവാൻ, ഫലവത്തായി ജീവിക്കുവാനായിട്ട് ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. നമ്മോടൊപ്പം ഓടിയൊരുന്നൊന്ന് നമ്മുടെ ഈ ഓട്ടക്കളത്തിലില്ല, നമ്മൾ മറന്നുപോയി. ഒരു വർഷം കൂടെ ദൈവം അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. ഈ വർഷം ഫലദായകമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, യേശു എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരനുമായ സക്കായിയെ കണ്ടുമുട്ടുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എരിഹോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്ലേസ് ഓഫ് ഫ്രാഗ്രൻസ്, സുഗന്ധങ്ങളുടെ സ്ഥലമാണ് എരിഹോ. മാത്രമല്ല, തേനും സൈപ്രസും റോസ് പുഷ്പങ്ങളും ഒലിവ് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധമായ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തുകൂടി യേശു കടന്നു പോകുന്ന സമയത്താണ് സക്കായിയെ കണ്ടുമുട്ടുന്നത്. സക്കായി എന്ന പേരിന്റെ അർത്ഥം പ്യുവർ എന്നുള്ളത്, സത്യം, വിശുദ്ധമായത് എന്നൊക്കെയാണ്. അതായത് സുഗന്ധമുള്ള സ്ഥലത്തെ വിശുദ്ധനായ ഒരു മനുഷ്യനായിട്ട് സക്കായിയെ നമുക്ക് കാണാം. പക്ഷെ യഹൂദന്മാർ ഒരിക്കലും സക്കായിയെ അങ്ങനെ വിശുദ്ധനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. സക്കായി എപ്പോഴും മാറ്റി നിർത്തുക. ഒരു യഹൂദനാണ്, പക്ഷെ സക്കായിയെ മാറ്റി നിർത്തുകയാണ്. കാരണം ഈ റോമാക്കാർക്ക് വേണ്ടി നികുതി ടാക്സ് കളക്ട് ചെയ്യുന്ന ജോലിയാണ് സക്കായി ചെയ്യുന്നത്. അപ്പൊ ഈ നികുതി പിരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ദരിദ്രരെ മർദ്ദിക്കേണ്ടി വരും, പിടിച്ചു പറിക്കേണ്ടി വരും, അധികാരം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് യഹൂദന്മാർക്ക് അത് വളരെ പ്രയാസമുണ്ടായി. അതുകൊണ്ട് സക്കായി അവർ കാണുന്നത് ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ടാണ്, ഒരു പുറംജാതിക്കാരനായിട്ടാണ്. യഹൂദ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിൽ കൂടി ഒരു പുറജാതിക്കാരനായിട്ടാണ് സക്കായിയെ യഹൂദന്മാര് കാണുന്നത്. കാരണം സക്കായി ചെയ്യുന്നതൊന്നും ദൈവത്തിന് നിരക്കുന്നതല്ല, യഹോവയായ ദൈവത്തിന് നിരക്കുന്ന പ്രവൃത്തിയല്ല സക്കായി ചെയ്യുന്നത്. അതുകൊണ്ട് സക്കായി ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തുകയും. ലോകപരമായി നോക്കുമ്പോൾ സക്കായിക്ക് വളരെ അധികാരങ്ങളുണ്ട്, റോമ ഗവൺമെന്റിന്റെ അധികാരമുണ്ട്, വചനത്തിൽ പറയുന്നത് ധനമുണ്ട്, ധനാഢ്യനായ മനുഷ്യനാണ്, സമൂഹത്തിന്റെ പ്രതാപമുണ്ട്, എല്ലാമുണ്ട്.
പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും സക്കായിയുടെ ജീവിതത്തിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു ഇപ്പോഴും. എല്ലാ സാഹചര്യം കൊണ്ട് പക്ഷെ ഒരു കുറവ് സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കുറവ് യേശുവിനെ കണ്ടെത്തുന്നതിലൂടെ മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമുക്ക് ലോകപരമായ എല്ലാം ഉണ്ടാകാം, സമ്പാദ്യം ഉണ്ടാകാം, അധികാരങ്ങൾ ഉണ്ടാകാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം, ക്രിസ്തുവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ നേടിയതൊന്നും അനുഗ്രഹമല്ല, പ്രയോജനമുള്ളതല്ല എന്ന് സക്കായിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഈ പുതിയ വർഷത്തിലെ ആദ്യ ഞായറാഴ്ച ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ 3 കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കും. ഒന്ന്, സക്കായി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു ചിത്രം നമ്മൾ കാണും. യേശുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു സക്കായിയെ നമ്മൾ കാണും. മത്തായി സുവിശേഷം 13-ാം അധ്യായം 16, 17 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യേശുവിനെ കാണുന്ന കണ്ണുകൾ, കേൾക്കുന്ന ചെവികൾ എത്ര ഭാഗ്യമുള്ളത്. അവിടെ ഏറ്റവും ഭാഗ്യമുള്ളതിനെ കുറിച്ച് പറയുന്നത് ആരാണ് യേശുവിനെ കാണുന്നത്? അവരുടെ കണ്ണുകൾ, അവരുടെ കാതുകൾ, യേശുവിനെ കേൾക്കുന്ന കാതുകൾ എത്ര മനോഹരമുള്ളതാണ്, എത്ര ഭാഗ്യമുള്ളതാണ് എന്ന് അവിടെ പറയുക. യുഗങ്ങളായിട്ട് പ്രവാചകന്മാരും വിശ്വാസ സമൂഹങ്ങളെല്ലാം കാത്തിരുന്നു മശിഹായുടെ വരവിന് വേണ്ടി. പക്ഷെ അവർക്കാർക്കും ഈ ഭാഗ്യം ലഭിച്ചു. ഹെരോദാവ് കാത്തിരുന്നു, പക്ഷെ ഹെരോദാവിനെ കാണുവാൻ കഴിഞ്ഞില്ല, ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ സക്കായി അവന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന്. അവൻ വലിയൊരു ആഗ്രഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്, യേശു ജെറിക്കോയിലൂടെ വരുന്ന സമയത്ത് സക്കായി വലിയൊരു കാട്ടത്തി മരത്തിന്മേൽ കയറി യേശു എങ്ങനെയുള്ള ആളാണെന്ന് കാണുവാനായിട്ട് അവിടെ വരികയാണ്. ഉയരത്തില് കുറവുള്ളത് കൊണ്ട് അവിടെ പറയുകയാണ്, he could not see over there. കുറെ ആളുകൾ, ഉയരമുള്ള ആളുകൾ, പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സക്കായി യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ കാണുവാൻ വേണ്ടി ഒരു കാട്ടത്തി മരത്തിന്മേൽ സക്കായി കയറുകയാണ്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. കാരണം നമ്മുടെ ഉയർത്തി പിടിച്ച തലകൾ, നമ്മുടെ അഹന്തകൾ, നമ്മുടെ സ്വാർത്ഥതകളൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ ക്രിസ്തുവിനെ കാണണമെങ്കിൽ സക്കായി ചെയ്യുന്നത് കാട്ടത്തിമേൽ കയറുകയാണ്. നമ്മുടെ ശിരസ് ഒന്ന് കുനിക്കുവാൻ, വിനയപ്പെടുവാൻ, എളിമപ്പെടുവാൻ നമുക്ക് കഴിയും. നമ്മുടെ അഹന്തകളൊക്കെ മാറ്റി വെച്ച് ഒന്ന് ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമാണ് അവിടുത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുക. ഇന്ന് ക്രൈസ്തവരായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഭാരതത്തിലെ 3% ചുവടെയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ ക്രൈസ്തവരെന്ന് പറയുന്ന നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ആർക്കും കഴിയുന്നില്ല. കാരണം നമ്മുടെ അഹന്തകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉയർത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് മറ്റാർക്കും ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. ഈ പുരുഷാര നിമിത്തം സക്കായിക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്. ഈ നാളുകളിലെ പുതിയ വർഷത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് നമുക്ക് കഴിയുമോ? ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ സക്കായി കയറി നിന്ന സിക്കമോർ ട്രീ എന്ന് പറയുന്ന മരം, അത് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന്റെ ചില്ലകളെല്ലാം. നമ്മുടെ ജീവിതം എപ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നത്? എപ്പോഴാണ് ഫലദായകമായ അനുഭവമായി നമ്മുടെ ജീവിതം മാറുക? അവിടെയാണ് ദൈവത്തിന്റെ വലിയൊരു കൃപാകടാക്ഷം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത്. സക്കായിയുടെ വലിയൊരു ആഗ്രഹം ക്രിസ്തുവിനെ കാണണം. ഒരു പുതിയ തീരുമാനം നമുക്ക് എടുക്കാം, ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനോടുകൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, സക്കായി യേശുവിനെ വളരെ സന്തോഷത്തോടെ കണ്ടുമുട്ടുക മാത്രമല്ല, കണ്ടിട്ട് സക്കായി പോവുകയല്ല, മറിച്ച് ജോയ്, വളരെ ആഹ്ലാദത്തോടെ യേശുവിനെ സക്കായി തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുക.
ആ സ്വീകരിക്കണമെങ്കിൽ സക്കായിക്ക് ഒരു കാര്യം ചെയ്യണമായിരുന്നു. എന്ത് ചെയ്യണമായിരുന്നു? ഈ മരത്തിൽ നിന്ന് കം ഡൗൺ, ഇറങ്ങി വരണം. ആ മരത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സക്കായിക്ക് ഒരിക്കലും യേശുവിനെ കാണാൻ കഴിയത്തില്ല. സക്കായി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവ സന്നിധിയിൽ ഒന്ന് വിനയപ്പെടുത്താൻ നമുക്ക് കഴിയും. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് എളിമപ്പെടുത്തും. യേശുവിനെ കാണണമെങ്കിൽ, യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് എളിമപ്പെടുത്തണം. അല്ലാതെ യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. യേശു ജനിച്ച ദേവാലയത്തിന്റെ വാതിൽ വളരെ ചെറുതാണ്, വലിയ വാതിലും തന്നെ. ബസിലിക്ക പള്ളിയാണ്, പക്ഷെ ആ സ്ഥലത്ത് കയറണമെങ്കിൽ ഒരു കൊച്ചു വാതില വെച്ചു. അതിന്റെ അർത്ഥം ആരെല്ലാം ഈ സ്ഥലത്ത് പ്രവേശിക്കണമോ അവരെല്ലാം ഒന്ന് ശിരസ് കുനിച്ചിട്ട് യേശുവിനെ കണ്ടാൽ മതി. ഒന്ന് ശിരസ് കുനിച്ചിട്ട് മാത്രം യേശുവിനെ കണ്ടാൽ മതി, അല്ലാത്തവര് യേശുവിനെ കാണും. അതാണ് ആ ദേവാലയത്തിന്റെ ആ വാതിലിന്റെ അർത്ഥം അവർ കൊടുത്തത്. ഇവിടെ നമ്മൾ കാണുകയാണ് സക്കായി യേശുവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. സക്കായിയുടെ ഭവനത്തിലെ ഒരു പ്രധാന ഗസ്റ്റ് യേശു. സക്കായി മനസ്സിലാക്കുകയാണ് അവൻ വിമോചകനാണ്, റിഡീമറാണ്, വീണ്ടെടുപ്പുകാരനാണ്, അവൻ രക്ഷകനാണ്. ആ രക്ഷകനെ തിരിച്ചറിഞ്ഞ് സക്കായി തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ്, സഭയുടെ അംഗങ്ങളാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് ഈ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ സക്കായിയെ കുറിച്ച് പറയുന്നത് വളരെ സന്തോഷത്തോടെ യേശുവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുക. പഴയ നിയമത്തിൽ നിന്ന് യെശയ്യാ പുസ്തകം 61 നമ്മൾ വായിച്ചു. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവരെന്ന് അവിടെ പറയുന്നത്, ഇസ്രായേൽ ജനത്തെ പറയും. നമ്മളും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചു. അങ്ങനെയുള്ളവർക്ക് അഭിഷേകം പ്രാപിച്ചിട്ട് അവരിൽ മാത്രം നിലനിർത്തുകയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനും സമാധാനം കൊടുക്കുവാനും മുറിവുള്ളവരെ കെട്ടി അവരെ മുറിവുണക്കുവാനും വലിയൊരു ദൗത്യമാണ് യെശയ്യാ പുസ്തകം 61 നമ്മൾ വായിക്കും. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ അവിടെ ചോദിക്കുന്നത് ആർക്കാണ് ഈ മുദ്ര പൊട്ടിക്കാനായിട്ട് കഴിയുന്നത്? പ്രവാചകൻ നോക്കുകയാണ്, ആരാണ് ഈ മുദ്ര പൊട്ടിക്കുക? മുദ്ര പൊട്ടിക്കുവാൻ കഴിവുള്ള ഒരാളെ പോലെയും കാണുന്നില്ല. സങ്കടപ്പെടുക, വേദനിക്കുക. ഈ സമയത്ത് വചനത്തിൽ എടുത്തു പറയുകയാണ്, അതിന് യോഗ്യനുള്ളവൻ ഇസ്രായേലിന്റെ സിംഹമായുള്ള ഒരുവനുണ്ട്, അവനാണ് ഈ മുദ്ര പൊട്ടിക്കുക. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദൈവവചനം നമ്മൾ കെട്ടിവെച്ചിരിക്കുക. അത് സ്വീകരിക്കുവാനോ അത് വായിക്കുവാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. ഇവിടെ നമ്മൾ സക്കായിയെ കാണുകയാണ്, യേശുവിനെ സ്വീകരിക്കുക. ഈ വചനത്തെ സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സക്കായി തന്റെ കുറവുകളൊക്കെ യേശുവിന്റെ സന്നിധിയിലേക്ക് പറയും. യേശുവുമായിട്ട് അനുരഞ്ജനപ്പെടുകയാണ്. അവിടെ പറയുകയാണ്, എന്റെ കർത്താവേ, ഇതാ എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അല്ലെ, എന്റെ സമ്പാദ്യത്തിന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. അല്ലെ, വല്ലതും വാങ്ങിയാൽ അത് തന്നെ മടക്കി കൊടുത്താൽ അതോടെ തീരും. പക്ഷെ 4 മടങ്ങായി മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സക്കായി കൊടുക്കുന്നത്? യേശുവിനെ കാണുക മാത്രമല്ല, യേശുവിനെ സ്വീകരിക്കുക മാത്രമല്ല, യേശുവിനെ ജീവിതത്തില് പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം, ഒരു പ്രാക്ടിക്കൽ തലം സക്കായിയുടെ ജീവിതത്തിൽ നമ്മൾ കാണും. യേശുവിന്റെ വചനം കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, കണ്ടതുകൊണ്ട് മാത്രം കാര്യം, സ്വീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. യേശുവിനെ പൂർണ്ണമായിട്ട് തന്റെ ജീവിതത്തിൽ പകർത്തുകയാണ് സക്കായി. എന്നിട്ട് സക്കായി പറയുകയാണ്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 മടങ്ങായിട്ട് ഞാൻ മടക്കി കൊടുക്കുകയാണ്. സമ്പാദ്യം മുഴുവൻ കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ സക്കായിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. സക്കായിയുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേടിയ സമ്പാദ്യമൊന്നും മൈനസാണ്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാം നേടുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് ക്രിസ്തുവിനെ നേടുന്ന തിരിച്ചറിവ് സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായി. ദരിദ്രരെ പീഡിപ്പിച്ച സക്കായി ദരിദ്രരെ സഹായിക്കുന്ന മനുഷ്യനായിട്ട് മാറും. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത്, സ്വീകരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളുണ്ട്, അല്ലെ, വലിയ തിരിച്ചറിവുകളുണ്ട്. ആ മാറ്റങ്ങൾ സക്കായിയുടെ ജീവിതത്തിൽ കാണുകയാണ്.
ദരിദ്രരെയൊക്കെ പിടിച്ചു പറിച്ചിരുന്ന സക്കായി അവർക്ക് വേണ്ടി തന്റെ സമ്പാദ്യങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. ചതിയായി മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഏറ്റു പറയുക. കാരണം ഞാൻ മേടിച്ചിട്ടുള്ളത് കൂടുതലും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ 4 മടങ്ങ് കൊടുക്കുന്നത്. ഒരു വലിയൊരു മാനസാന്തരമാണ് സക്കായിയുടെ ജീവിതത്തിൽ. ഞാൻ അവരോട് ക്ഷമ ചോദിക്കാന്നല്ല പറയുന്നത്. എത്ര ഞാൻ മേടിച്ചോ അതിന്റെ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. ഏറ്റവും വലിയ ഏറ്റുപറച്ചിലാണ് സക്കായിയുടെ ജീവിതം. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് തന്റെ ദൈവാനുഭവത്തെ വാക്കുകൊണ്ട് മാത്രം പങ്കുവയ്ക്കാതെ ജീവിതം മുഴുവനും വെളിച്ചമാക്കി സക്കായി. അങ്ങനെ മാറ്റിയ സമയത്ത് ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഇവനും അബ്രഹാമിന്റെ മകനല്ലയോ ഈ വീടിന് ഇന്ന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ മകൻ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പൊ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന, ക്രിസ്തുവിനെ പ്രായോഗികമാക്കുന്ന ജീവിതങ്ങളെയാണ് കർത്താവ് ഇവിടെ ഏറ്റവും വില കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് ഈ വീടിൽ നിന്ന് രക്ഷ വന്നു. കർത്താവ് ആ വീട്, ആ ഭവനത്തെ രക്ഷിച്ചു. ഇന്ന് നമ്മുടെ ഭവനങ്ങള് ഈ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭവനങ്ങളാണ്. ഈ ഒരു രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്ന ഭവനങ്ങളാണ്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. പുതിയൊരു വർഷം നമുക്ക് തന്നിരിക്കുക. ഈ 2021 വർഷം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുക. എന്നാൽ ഇവിടെ ഈ ദൈവ സ്നേഹത്തെ ധാരാളമായിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ? ഈ അനുഭവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയും. ഒരു വർഷം കൂടെ യജമാനൻ നമുക്ക് ദാനമായി നമ്മുടെ കഴിവുകൊണ്ടല്ല ഈ വർഷം കിട്ടിയത്, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഈ ഭൂമുഖത്ത് ജീവിക്കത്തില്ല. ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഈ വർഷം ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ഫലദായകമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവം, സ്വർഗീയ പിതാവ്, അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത ദൈവമാണ്. അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങയെ കാണാതെ പോകുവാൻ അനുവദിക്കരുത്. അങ്ങയെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ വികാര വിചാര പ്രവർത്തനങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റും. കണ്ടുമുട്ടിയ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ക്ഷണിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. ജീവിതത്തിൽ സ്വീകരിച്ച ഞങ്ങൾ ക്രിസ്തു എന്താണോ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായും നിറവേറ്റുവാൻ ഞങ്ങളെ ഇടയാക്കണം. അഭിഷേകം ചെയ്യപ്പെട്ടവർ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളവരാണെന്ന ബോധ്യം ഞങ്ങൾക്ക് തരണം. ദരിദ്രന്മാരുടെ സുവിശേഷം പറയാൻ, ബദ്ധന്മാർക്ക് വിടുതൽ നൽകാൻ, കുരുടർക്ക് കാഴ്ച നൽകാൻ, പീഡിതർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന ബോധ്യം എപ്പോഴും ഞങ്ങൾക്ക് നൽകണം. ഈ ഒരു ആയുസ് ഞങ്ങൾക്ക് കർത്താവ് വർദ്ധിപ്പിച്ചു തരുമ്പോൾ നിന്റെ കൃപ മാത്രമാണ് അതിന് പിന്നിലുള്ളതെന്ന ബോധ്യം ഞങ്ങൾക്ക് തരണം. പുതിയൊരു തീരുമാനത്തോടെ, പുതിയൊരു പ്രായോഗിക ജീവിതത്തിലൂടെ ഈ വർഷം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കും. ദൈവം കേൾക്കണം. നല്ല പിതാവേ. അപ്പോസ്തല വിശ്വാസമാണ് നമുക്ക് ഏറ്റു പറയാം. സർവശക്തിയുള്ള പിതാവ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉപാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചിരുന്ന പിന്നെയും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭ, വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് വിടിവിക്കണമേ. എന്തുകൊണ്ട് രാജ്യശക്തിയും മാത്രം എന്നേക്കും അങ്ങേപ്പെട്ടതാവുന്നല്ലോ. ആമേൻ. ഉടമ്പടി ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം തന്റെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടി നമ്മുടെ ഭാഗം ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നാം പുതുക്കുകയും ക്രിസ്തുവിന്റെ മുഖം നമുക്ക് ഏൽക്കുകയും ചെയ്യാം. ക്രിസ്തുവിന്റെ മുഖം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ നമ്മുടെ സ്ഥാനവും വേലയും നിർണയിക്കുകയും അവിടുന്ന് മാത്രം നമ്മുടെ പ്രതിഫലം ആയിരിക്കുകയും ചെയ്യുന്നതിൽ നാം പൂർണ്ണ സംതൃപ്തി ഉള്ളവരത്രേ എന്നുള്ളതാകുന്നു. ക്രിസ്തുവിന് വേണ്ടി പല സേവനങ്ങളും നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചിലത് എളുപ്പമുള്ളവയും മറ്റു ചിലത് പ്രയാസമുള്ളതുമാണ്. ചിലത് മാനമുള്ളതും മറ്റു ചിലത് നിന്ന കൈവരുത്തുന്നതുമാണ്. ചിലത് നമ്മുടെ സ്വാഭാവിക അഭിലാഷങ്ങൾക്കും ഭൗതിക താല്പര്യങ്ങൾക്കും അനുയോജ്യമായിരിക്കാം. എന്നാൽ മറ്റു ചിലത് ഇവ രണ്ടിനും വിപരീതവുമായിരിക്കാം. ചിലതിൽ നമുക്ക് ക്രിസ്തുവിനെയും നമ്മെ തന്നെയും പ്രസാദിപ്പിക്കുവാൻ സാധിച്ചേക്കാം. മറ്റു ചിലതിൽ നമ്മെ തന്നെ ത്യജിക്കാതെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ നമ്മെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനുള്ള കഴിവ് ദൈവം നമുക്ക് നിശ്ചയമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ഉടമ്പടി നമ്മുടെ സ്വന്തമായി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും പിന്മാറിപ്പോകാതിരിക്കാൻ അവന്റെ ശക്തിയിൽ തീരുമാനിക്കുകയും ചെയ്യാം. തലയിള വണക്കാം. മൗനമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മരണത്തെ ജയിച്ചേടേറ്റവൻ എല്ലാം ഒട്ടും മാടം എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും മാടം എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഉടമ്പടിയിൽ നമുക്ക് പങ്കുചേരാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് എത്തിച്ചു ക്രിസ്തുവിനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളില് നമുക്ക് രൂപപ്പെടുത്താം. അവിടുത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായി നമ്മെ ഒരുക്കാം. അവിടുന്ന് എന്താണോ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കും. ഞാൻ പറയുന്ന പ്രാർത്ഥന ഉന്നാദേറ്റ് പറയുന്നു. ക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ ഹിതം അന്വേഷിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുവാനായി ഞങ്ങളിപ്പോൾ അനുസരണത്തിന്റെ മുഖം സന്തോഷത്തോടുകൂടെ ഏറ്റുകൊള്ളുന്നു. ഇനിമേൽ ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനല്ലേ. നീ ഇച്ഛിക്കുന്ന കാര്യങ്ങൾക്ക് എന്നെ നിയമിക്കുക. ഇഷ്ടപ്പെടുന്ന ആളുകളോടുകൂടെ എന്നെ ആക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ എന്നെ നിയോഗിക്കുക. നിനക്ക് വേണ്ടി വേല ചെയ്യുന്നതിനോ നിനക്ക് വേണ്ടി മാറി നിൽക്കുന്നതിനോ
എന്നെ ഉപയോഗിക്കുക. നിനക്ക് വേണ്ടി ഉയർത്തപ്പെടുകയോ നിനക്ക് വേണ്ടി താഴ്ത്തപ്പെടുകയോ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. നിറയപ്പെട്ടവനായോ ഒഴിഞ്ഞവനായോ എല്ലാം ഉള്ളവനായോ ഒന്നുമില്ലാത്തവനായോ ഇരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്വമേധയായും ഹൃദയപൂർവമായും ഞാൻ സകലവും നിന്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും കീഴ്പ്പെടുത്തുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള മഹത്വമുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇപ്പോൾ അവിടുന്ന് എന്റേതും ഞാൻ അങ്ങയുടേതും ആയിത്തീർന്നിരിക്കുന്നു. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഈ ഭൂമിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഉടമ്പടി സ്വർഗത്തിൽ സ്ഥിരമാകപ്പെടുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, അങ്ങുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുക ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി കരയുന്നു. ഈ 2021 വർഷം ഞങ്ങളുടെ ജീവിതത്തിലെ വാസ്തവത്തിൽ അത്ഭുതമാണ്. ഏതെല്ലാം പ്രയാസവേളയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചോ അവിടെയെല്ലാം ദൈവം ഞങ്ങളോട് കൂടി. ഈ പുതിയ വർഷത്തിന്റെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ എത്തിച്ചു. ഞങ്ങൾ വന്ന വഴികളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കും. ദൈവമേ, നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ മാനിച്ചു, ഞങ്ങളോട് കരുണ കാണിച്ചു, ഞങ്ങൾക്ക് സൗഖ്യം തന്നു, ഞങ്ങളെ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് വിടുവിച്ചു. നിന്റെ എല്ലാ സ്നേഹത്തിനും കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നന്ദി കരയിച്ചു. വ്യക്തികളായി ഞങ്ങളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളായി സമർപ്പിക്കുന്നു, തിരുസഭയായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഏറ്റെടുത്തിരിക്കുക. നന്ദിയോടെ നിന്റെ സന്നിധിയിൽ എന്നും അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ഭാരങ്ങളും ഞങ്ങളുടെ ആകുലതകളും പങ്കുവെക്കുക. ദൈവമേ, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും. പൂർണ്ണമായും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ കരുണയോടെ സ്വീകരിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് വാർദ്ധക്യ ക്ഷീണങ്ങളുള്ളവർക്കായി പ്രാർത്ഥിക്കും. അവരെല്ലാം ദൈവമേ നീ സുഖപ്പെടുത്തുക. ക്ഷീണം കൂടുതലായിട്ട് ഭവനത്തിൽ കഴിയുന്ന മേബിളാന്റിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം സൗഖ്യം പ്രിയദാസിയോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് തിരുസഭയിലെ ഓരോ സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങൾ കമ്മിറ്റി എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ നീ അനുഗ്രഹിക്കണം. സൺഡേ സ്കൂള് ഇന്ന് ആരംഭിക്കുകയാണല്ലോ. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ പ്രത്യേകമായി ഓരോ മക്കളെയും ദൈവമേ അനുഗ്രഹിക്കണം. കർത്താവായ ദൈവം ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ചു നൽകണം. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ അവരുടെ ജീവിതത്തിൽ ചെയ്യണം. കർത്താവ് ഞങ്ങൾക്ക് എത്ര നല്ലവനും വിശ്വസ്തനുമാണെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നു. ദൈവാനുഭവമുള്ളവരായി ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തിന്മകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. ദൈവമായ കർത്താവ് ഈ 2021 വർഷത്തിന്റെ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കർത്താവെ 51 ദിവസമുള്ള ഞായറാഴ്ചയുള്ള ആരാധനകള് കർത്താവെ കൂടാതെ ഞങ്ങളുടെ മറ്റു ശുശ്രൂഷകള് ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മകൾ എല്ലാത്തിലും ദൈവസാന്നിധ്യത്തെ പകരണം. കർത്താവെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി നിന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനുള്ള കർത്താവെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നൽകണം. ഒരു ദേവാലയത്തെ ഞങ്ങൾക്ക് അവിടെ നൽകണം. ദൈവകൃപയില് ഞങ്ങളെ ഞങ്ങൾക്കുള്ളവരെല്ലാവരെയും കാത്തുകൊള്ളണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ,
ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളെ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും എണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന് പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആ ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. കൂടാതെ ഈ ആരാധന ലൈവായി ചെയ്യുവാനായിട്ട് പ്രവർത്തിച്ച അജീഷ് തോമസ് എന്ന സഹോദരനോടും അതുപോലെ രാഹുലിനോടും ജിജോയോടുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിച്ചവര് നിമി ഇസാം, മിസ്റ്റർ ലിബിൻ മാത്യു, മിസ്റ്റർ പി ജേക്കബ്, മിസ് ഷെറിൻ അനി. വിവാഹ വാർഷികം മിസ്റ്റർ ജുബിൻ സി തോമസ് ആൻഡ് മിസിസ് ആനി കുര്യാക്കോസ്, മിസ്റ്റർ തമ്പി പി ഐസക് ആൻഡ് മിസിസ് ആനി തമ്പി. ഈ പ്രിയപ്പെട്ടവരോടുള്ള പ്രാർത്ഥനകളും ആശംസകളും ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. കഴിവതും മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഗ്ലൗസ് കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ ശ്രമിക്കുകയും ചെയ്യും. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ക്രിസ്ത്യ ഗീതങ്ങളിൽ 412 ഗീതം പാടുന്ന സമയത്ത് നമുക്ക് വഴിപാടുകളെ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ എടുത്തു വരുവാനും ദൈവം നൽകിയ അനുഗ്രഹങ്ങളിലുള്ള ഓഹരി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നല്ല ദയക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, വഴിപാടുകളെ കരുണയോടെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. നടത്തുന്ന വ്യത്യസ്തമായ മുഖാന്തരങ്ങൾക്കായി
നാഥ, ഈ ആരാധനയെ സംബന്ധിച്ച് വിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ച് പ്രത്യേകിച്ച് പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ലഭിക്കുന്ന താലന്തുകൾ, സമയം, എല്ലാ സാഹചര്യങ്ങളും ദൈവനാമത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ കൃപയിൽ ഞങ്ങൾ എല്ലാവരും കാത്തു. ഈ ആരാധനയെ സംബന്ധിക്കുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്ന ക്ഷീണമുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സ്വകം മാനിക്കുന്നു നാഥ, ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകണം. കുറവുകളെല്ലാം ദൈവം ഞങ്ങളോട് കൊടുക്കണം. പ്രാർത്ഥനയായിട്ടിരിക്കുക. സ്തുതിക്കുന്നു ക്രിസ്തു മൂലം. താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമാണ് സാന്നിധ്യവും സഹവാസവും കാവലും നാം എല്ലാവരോടും ഇപ്പോഴെപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. സമാധാന കീർത്തനം 327. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.